ഇന്നലെ നാലാഞ്ചിറയിലെ അസീന എന്ന ഹൗസ് വൈഫിൻ്റെ കഴുത്തറുത്ത് ഭർത്താവ് കൊന്നിട്ട് പോയി. വലിയ വാർത്തയായിരുന്നു അത് ഇന്നലെ. ഇന്ന് ഭർത്താവിൻ്റെ അവസ്ഥയെപ്പറ്റി അതിദാരുണമായ ഒരു വാർത്തയും കൂടെ വരുന്നു. തമിഴ്നാട്ടിൽ ചിദംബരത്ത് റെയിൽവേ ട്രാക്കിൽ പാളത്ത് തലവെച്ച് അദ്ദേഹം ജീവൻ വെടിഞ്ഞതായിട്ടാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ. സുരേഷ് വട്ടിയൂർക്കാവുകാരനാണ്. അസീനയ്ക്ക് 36 വയസ്സുണ്ട്, ഇയാൾക്ക് 46 വയസ്സുണ്ട്. ഇയാളൊരു ഇലക്ട്രീഷ്യനായിരുന്നു. നല്ല ഹാർഡ് വർക്കറാണ്. ഇലക്ട്രീഷ്യൻ, സ്വന്തമായി കാറുണ്ട്. ഇവിടെ വാടക വീട്ടിൽ 7 അംഗങ്ങളുണ്ട്. അത് സുരേഷിൻ്റെ അമ്മയുണ്ട്, കുട്ടികളുടെ അമ്മൂമ്മ ആ വീട്ടിൽ താമസിക്കുന്നുണ്ട്. താഴത്തെ നിലയിൽ ആണ് അവർ താമസിക്കുന്നത്. അസീനയും ഭർത്താവ് സുരേഷൻ 2ാം നിലയിലാണ്. അവർ തമ്മിൽ ചില കുടുംബ വഴക്കുകൾ കുറേ നാളുകളായിട്ടുണ്ടായിക്കൊണ്ടിരുന്നു. അസീനയെ ഭർത്താവിന് സംശയം, അതങ്ങ് കൊടുമ്പിരി കൊണ്ടു. കുറച്ച് ദിവസം അവർ ഈ വീട്ടിൽ നിന്ന് മാറി ചെന്നൈയിൽ എവിടെയോ പോയിരുന്നു. അത് മറ്റൊരാളുടെ ഒപ്പമായിരുന്നു താമസിച്ച് എന്നൊരു സംശയം, ആരോപണം. വീട്ടിൽ നിത്യം വഴക്കാണ്. ഏതായാലും കഴിഞ്ഞ ദിവസം ചൊവ്വാഴ്ച അവരെ കൂടുതൽ ഉപദ്രവിച്ചപ്പോൾ അവർ മണ്ണന്തല പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. 2 പേരെയും വിളിപ്പിച്ചു. അവിടെ ഒരു ഒത്തുതീർപ്പിലെത്തിച്ചു. അവർ ഇനിയൊന്നും ഉണ്ടാക്കില്ല, ആ സംശയരോഗം വേണ്ട. അവർ ചെന്നൈ പോയ കാര്യത്തെപ്പറ്റി അവരൊരു എക്സ്പ്ലനേഷനൊക്കെ കൊടുത്തിരുന്നു. ഈ വീട്ടിലെ വാടകയ്ക്ക് താമസിക്കുന്ന 7 പേരാണ്. ഇവർക്ക് 4 മക്കളുണ്ട്. 18 വയസ്സായ 17 വയസ്സായ മൂത്ത 2 കുട്ടികൾ, 7, 8, 9 വയസ്സായ 2 കുട്ടികൾ, 4 കുട്ടികൾ. ഈ സംഭവം കുടുംബവഴക്കിനെ തുടങ്ങി. അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ ഇന്നലെ ഒത്തുതീർപ്പായും വിട്ടെങ്കിലും വീട്ടിൽ വന്ന വഴക്ക് തുടർന്നു. വെളുപ്പിനെ 5:30 മണിക്ക് അദ്ദേഹം ഭാര്യയുടെ കഴുത്തറുത്തു. എന്നിട്ട് കൊണ്ടുപോയി കഴുകി അതിരുന്ന സ്ഥലത്ത് കൊണ്ട് വെച്ചു. അതിനുശേഷം ഇയാളുടെ കാറിൽ അവിടുന്ന് രക്ഷപ്പെട്ടു. കുട്ടികൾ കിടന്ന് നിലവിളിച്ചു. അമ്മയുടെ നിലവിളി കേട്ട് 2ാം നിലയിൽ ചെന്നപ്പോൾ അമ്മയുടെ അവസ്ഥ കണ്ടു. പിതാവ് കാറെടുത്തുകൊണ്ട് പോകുന്നത് കണ്ടു. അയാളുടെ അമ്മ, കുട്ടികളുടെ അമ്മൂമ്മ അയൽവക്കംകാരെ നിലവിളിച്ച് കരഞ്ഞു പറഞ്ഞു. അവരെല്ലാം ഓടിക്കൂടി. അങ്ങനെയാണ് പോലീസ് അവിടെ വന്നത്. വട്ടിയൂർക്കാവുകാരനായ സുരേഷ് എങ്ങോട്ട് പോയി എന്നൊരു പിടിയില്ലായിരുന്നു പോലീസിന്. കൊലപാതകയാണ്, കൊലക്കേസാണ് ചെയ്തത്. ഇയാളെപ്പറ്റി അന്വേഷിച്ചു. ഇയാൾ കരമന ഭാഗത്തൂടെ പോയി എന്ന് പോലീസിന് മനസ്സിലായി. കിള്ളിപ്പാലത്ത് ഇയാളുടെ മൊബൈൽ ഫോൺ ഉപേക്ഷിച്ചിട്ട് പോയി. അത് പോലീസ് കണ്ടെടുത്തു. അങ്ങനെ തമിഴ്നാട്ടിലേക്ക് കാറിൽ പോകുന്നു എന്ന് മനസ്സിലായി. വീട്ടിലുണ്ടായിരുന്ന 10-15,000 രൂപ എടുത്തുകൊണ്ട് പോയി എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ബാലരാമപുരത്തെത്തി കാറ് അവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ ഇട്ടു. അവിടുന്ന് ട്രെയിന് കയറിപ്പോയി. ഇന്നലെ ചിദംബരത്തെ പോലീസ് ഉദ്യോഗസ്ഥർ കേരള പോലീസിനെ വിളിച്ചു. റെയിൽവേ ട്രാക്കിൽ തലവെച്ച് ജീവൻ ഒടുക്കി. അതിദാരുണമായ ഒരു മരണം. 2 മരണവും അങ്ങനെ തന്നെ. കുട്ടികൾ അനാഥരായി. കുട്ടികളുടെ അമ്മൂമ്മ കൂടെയുണ്ട്. വാടക വീട്ടിലാണ്. സ്വന്തമായി വീടുണ്ടോ ഇല്ലയെന്നറിയില്ല. എങ്കിലും മാതാപിതാക്കൾ മരണപ്പെട്ടു. 17, 18 വയസ്സുള്ള മൂത്ത കുട്ടികൾ. വളരെ സങ്കടകരമായ ഒരു വാർത്തയാണ്. ഭർത്താവും മരിച്ചു എന്ന് വന്നപ്പോൾ നമ്മൾ കേൾക്കുന്നത്. ഈ സംഭവത്തിൽ ആ 4 കൊച്ചുങ്ങളും അമ്മയെ കൊല്ലുന്നതൊക്കെ കണ്ടു. അവർ ഒച്ചയ്ക്ക് നിലവിളിച്ചു. ഇയാൾ കത്തി കഴിയിട്ട് ഇറങ്ങിപ്പോകുന്ന ഭാഗം പിതാവാണ് ഈ ചെയ്തത്. ആ കുട്ടികളുടെ അമ്മയാണ് കഴുത്തറുത്തത്. ഇതൊക്കെ നമുക്ക് ആലോചിക്കാനേ കഴിയുന്നില്ല. പക്ഷേ നല്ല കുടുംബ ബന്ധം ഉണ്ടായിരുന്ന ഒരു ഫാമിലിയാണ്. പക്ഷേ അവിടെ ചില സംശയ രോഗങ്ങളൊക്കെ വന്നു. ഇയാൾ ഇലക്ട്രീഷ്യനാണ്. 7 പേരുടെ കുടുംബ ചെലവ് നടത്തണം. വാടക വീടിൻ്റെ വാടക കൊടുക്കണം. ഒരു കാറുണ്ട് മക്കളുമായിട്ട് പോകാനൊക്കെ.
പൊതുവെ അയാൾ കൃത്യനിഷ്ഠയോടെ ജീവിക്കുന്ന ഒരാളായിട്ടാണ് തോന്നുന്നത്. അല്ലെങ്കിൽ വാടക വീട്ടിൽ താമസിക്കുന്ന ആൾ അയാളുടെ മാത്രം വരുമാനത്തിലാണ് ആ കുടുംബം മുന്നോട്ട് പോകുന്നത്. ഏതായാലും അതിദാരുണമായ 2 മരണങ്ങൾ. കുട്ടികൾ അനാഥരായി. വല്യമ്മ ഈ കുട്ടികളുമായിട്ട് എങ്ങനെ മുന്നോട്ട് പോകും എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു തുടങ്ങി. മനുഷ്യൻ്റെ അവസ്ഥയെപ്പറ്റിയാണ് നമുക്ക് ഈ അവസരത്തിൽ ചിന്തിക്കേണ്ടത്. എന്ത് പ്രശ്നം ഉണ്ടായാലും ശരി, മക്കളുണ്ട്, 4 മക്കളുണ്ട്, അവരെ മുന്നോട്ട് നയിക്കാൻ ഉള്ള അമ്മയില്ല, അവരുടെ പിതാവുമില്ല. അങ്ങനെ വളരെ മോശമായ ഒരു സാമൂഹ്യ കണ്ടീഷനിൽ അവരെത്തിക്കഴിഞ്ഞു. ആരാണ് ഇനി ഇവരെ സംരക്ഷിക്കുക? 17-18 വയസ്സുള്ള മൂത്ത കുട്ടികൾ എന്ത് ചെയ്യും? എങ്ങനെയാണ് ഈ കുടുംബം ഇളയ കുട്ടികളുമായിട്ട് വല്യമ്മയായിട്ട് മുന്നോട്ട് പോകും എന്നൊക്കെ ആലോചിക്കുമ്പം മാതാപിതാക്കളുടെ ആ റിഫ്റ്റ് ഒരിക്കലും കുട്ടികളെ ഓർത്തെങ്കിലും അതിൽ നിന്ന് പിന്മാറണമായിരുന്നു. ഇതേ രീതിയിലുള്ളൊരു അവസ്ഥയിലേക്ക് 2 പേരും പോകരുതായിരുന്നു. മണ്ണന്തല പോലീസ് 2 കൂട്ടരും വിളിച്ച് വളരെയധികം ഈ കാര്യത്തിൽ സംസാരിച്ച് ഒരു ഒത്തുതീർപ്പിലേക്ക് എത്തിച്ച് വിട്ടതാണ്. പക്ഷെ കാര്യങ്ങൾ അവിടെ നിന്നില്ല. സംശയം വളരെ രോഗമായ ഒരവസ്ഥയിലേക്ക് പോയി. അതിന് പ്രതിവിധിയില്ല എന്ന് അയാൾക്ക് മനസ്സിലായി. ഭാര്യ മറ്റു ചില ആൾക്കാരുമായിട്ട് ബന്ധപ്പെടുന്നു എന്ന് കഠിനമായി സംശയിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് ഭർത്താവ് വന്നു. വേറൊരു നിവൃത്തിയില്ലാതെ വന്നപ്പോൾ അദ്ദേഹം അവരെ കൊന്നു. അതിനുശേഷം ഇദ്ദേഹം ജീവൻ വെടിഞ്ഞതായിട്ടാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്.